വർഷങ്ങൾക്ക് മുൻപ് കണ്ട ഒരു ചലച്ചിത്രത്തിൻ്റെ കഥ ഇപ്രകാരമാണ്. നോർത്ത് ഇന്ത്യയിൽ ജോലി ചെയ്യുന്ന ഒരു ചെറുപ്പക്കാരൻ, ഒരല്പം സാമ്പത്തിക പരാധീനതയൊക്കെയുണ്ട്, കഷ്ടപ്പാടാണ്. അവൻ്റെ ജീവിതം രണ്ടറ്റവും കൂട്ടിമുട്ടിക്കാനായിട്ട് കഷ്ടപ്പെടുന്നു. അങ്ങനെ അവൻ അതിൻ്റെ ഇടയ്ക്ക് എന്തോ ഒരു പ്രത്യേക ആവശ്യത്തിന് വേണ്ടിയിട്ട് നാട്ടിലേക്ക്, കേരളത്തിലേക്ക് വരുവാണ്. ആ വരുന്ന യാത്രയിൽ അവന് ബാംഗ്ലൂർ ഒന്ന് ഇറങ്ങേണ്ടി വരുന്നു. ആ ബാംഗ്ലൂർ ഇറങ്ങേണ്ടി വരുമ്പോൾ സംഭവിക്കുന്ന ഒരു പ്രത്യേക കാര്യം എന്താണെന്ന് വെച്ചാൽ, അവിടെയുള്ള മലയാളികൾ ഈ പാവപ്പെട്ട നോർത്ത് ഇന്ത്യൻ ചെറുപ്പക്കാരനെ ഒരു മലയാളി സിനിമാ നടനോട് സാദൃശ്യമുണ്ടെന്ന് തോന്നുകയും അവൻ്റെ അടുത്തേക്ക് എല്ലാവരും വരികയും അവനെ ഒരു ഓട്ടോഗ്രാഫ് എടുക്കാനായിട്ടും ഒക്കെ ക്ഷണിക്കുകയൊക്കെ ചെയ്യുന്നു. ഇത് കണ്ടുകൊണ്ട് ഈ ചെറുപ്പക്കാരന് വളരെ ഒരു അഭിമാനം തോന്നി, ഒരല്പം അതിശയവും. കാരണം വളരെ പാവപ്പെട്ട വീട്ടിൽ പിറന്ന അവൻ, വളരെ സാമ്പത്തിക പരാധീനതയുള്ള അവൻ്റെ അടുത്തേക്ക് മറ്റുള്ളവർ വരുന്നു, അവനൊരു റെക്കഗ്നീഷൻ കിട്ടുന്നു. പല പ്രോഗ്രാമുകൾക്കും അവനെ ഉദ്ഘാടകനായിട്ട് വിളിച്ചുകൊണ്ട് പോകുന്നു. കാരണം ഇവരെല്ലാവരും ഇവനെ മറ്റൊരു സിനിമാ നടനായിട്ട് തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്. അതാണ് അതിലെ കഥ. കഥ ഇങ്ങനെ മുന്നോട്ട് നീങ്ങുന്നു. അതിനിടയിൽ ഒരു ചെറുപ്പക്കാരി ഇവനുമായിട്ട് സ്നേഹത്തിലാകുന്നു. ആ ചെറുപ്പക്കാരിയുടെ അച്ഛൻ ഇവനെ അവൾക്ക് വേണ്ടിയിട്ട് വിവാഹം ആലോചിക്കുന്നു. അങ്ങനെ അതിൻ്റെ ക്ലൈമാക്സിലേക്ക് എത്തുമ്പോൾ ഈ ഒരു സിനിമാ നടനായിട്ട് ആ ചലച്ചിത്രത്തിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന ആ ക്യാരക്ടറിന് മടുക്കുകയാണ്. അവന് പാച്ചു എന്നാണ് അവൻ്റെ പേര്. കഥയുടെ അവസാനം ഒരു വലിയൊരു ജനാവലിക്ക് മുമ്പിൽ അവൻ വിളിച്ചു പറയാണ്, ഞാൻ അയാളല്ല, ഞാൻ നിങ്ങൾ ഉദ്ദേശിച്ച ആളല്ല. അതായത് ആ നടൻ ആ സമയം വരെ ഒരു പ്രത്യേക ക്യാരക്ടറായിട്ട് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു മറ്റുള്ളവരുടെ മുമ്പിൽ ജീവിക്കാൻ വേണ്ടിയിട്ട്. അവസാനം മടുക്കുകയാണ് അവന്. എന്നിട്ട് അവൻ വിളിച്ചു പറയുന്നതാണ്, ഞാൻ നിങ്ങൾ ഉദ്ദേശിച്ച ആളല്ല. ആ ചിത്രത്തിൻ്റെ പേരും അത് തന്നെയാണ്, ഞാൻ അയാളല്ല. നമ്മുടെ കാലഘട്ടത്തിൽ പലപ്പോഴും നമുക്കൊക്കെ പറ്റുന്ന ഒരു അപകടം എന്ന് പറഞ്ഞാൽ, നമ്മൾ മറ്റൊരാളാകാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്, അറിഞ്ഞോ അറിയാതെയോ. പ്രത്യേകിച്ച് കുട്ടിക്കാലത്താകട്ടെ, യുവജനങ്ങളുടെ ഇടയിലൊക്കെ ആകട്ടെ, ഒരു ഇമിറ്റേഷൻ എന്ന് പറയുന്ന ഒരു ടെൻഡൻസി, അതിനൊരു കല എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ഞാനൊക്കെ ഓർക്കുന്നുണ്ട്, ഞാനൊക്കെ കുട്ടിയായിരുന്ന സമയത്ത് നമുക്ക് ഈ ക്രിക്കറ്റൊക്കെ വളരെ ഇഷ്ടമായിരുന്നു. അപ്പോൾ ക്രിക്കറ്റൊക്കെ വളരെ ഇഷ്ടമാകുമ്പോൾ അന്ന് നമ്മുടെ ഒരു ആരാധനാ പുരുഷൻ എന്നൊക്കെ പറയുന്നത് സച്ചിൻ ടെണ്ടുൽക്കറൊക്കെയാണ്. അപ്പോൾ വീട്ടിൽ കളിച്ചിരുന്ന ബാറ്റ് എന്നൊക്കെ പറഞ്ഞാൽ പട്ട ബാറ്റൊക്കെ ആയിരിക്കും. പക്ഷേ ഈ പട്ട ബാറ്റിൻ്റെ പുറകിലും ഈ ചുമന്ന അക്ഷരങ്ങളിൽ ഈ MRF എന്നൊക്കെ എഴുതി സച്ചിനെ പോലെ മുട്ടക്കൊന്ന് മടക്കി ഗ്രീസിന് മുമ്പിൽ പോയി 2 കുത്തൊക്കെ കുത്തി ആണ് നമ്മൾ കളിക്കാനായിട്ട് ഇറങ്ങുക. പറഞ്ഞോ അറിയാതെയോ മറ്റൊരാളെ ഇമിറ്റേറ്റ് ചെയ്യാനായിട്ട് ഞാൻ മറ്റൊരാളാണ് എന്നൊക്കെ എനിക്ക് തന്നെ ഒരു തോന്നലുണ്ടാക്കുന്നു. മറ്റുള്ളവരുടെ മുമ്പിൽ ഒരു തോന്നലുണ്ടാക്കാനുള്ള ടെൻഡൻസി എല്ലാവർക്കും ഉണ്ട്. അത് പ്രത്യേകിച്ച് എനിക്ക് തോന്നുന്നത് ഈ ഒരു ആരാധനയൊക്കെയാണ്. സിനിമാ നടന്മാരോടൊക്കെ നമ്മുടെ ചെറുപ്പക്കാരുകളൊക്കെ പലപ്പോഴും ഒരു നടനെ പോലെ മീശ പിരിക്കാനായിട്ടോ മുണ്ട് മടക്കാനായിട്ടോ താടി വളർത്താനായിട്ടൊക്കെയാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുക. അല്ലെങ്കിൽ പെൺകുട്ടികളാകട്ടെ ചില ക്യാരക്ടേഴ്സിനെ പോലെയൊക്കെ ഒരു മുടി പിന്നാനായിട്ടും പൊട്ടുകുത്താനായിട്ടും കണ്ണെഴുതാനൊക്കെ ആയിട്ടാണ് അവരുടെ ടെൻഡൻസി. അപ്പോൾ അത് നമ്മളറിഞ്ഞോ നമ്മളറിയാതെയോ നമ്മൾ മറ്റൊരാളാകാനായിട്ട് ശ്രമിക്കുന്നു. സുവിശേഷത്തിൽ, പ്രത്യേകിച്ച് യോഹന്നാൻ്റെ സുവിശേഷത്തിലൊരു സംഭവമുണ്ട്. സ്നാപക യോഹന്നാൻ്റെ അടുത്തേക്ക് ഏതാനും ശിഷ്യന്മാർ വന്ന് ചോദിക്കുന്ന ഒരു കാര്യമാണ്, വരാനിരിക്കുന്നവൻ നീ തന്നെയോ അതോ ഞങ്ങൾ മറ്റൊരുവനെ പ്രതീക്ഷിക്കണം? അതിന് മറുപടിയായിട്ട് സ്നാപക യോഹന്നാൻ നൽകുന്ന ഉത്തരം വളരെ രസകരമാണ്. യോഹന്നാൻ പറയാണ്, ഞാൻ ക്രിസ്തുവല്ല, ഞാൻ ക്രിസ്തുവല്ല. നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യം ഇതാണ്, സ്നാപക യോഹന്നാൻ ജീവിച്ചിരുന്ന കാലഘട്ടം എന്ന് പറയുന്നതും ക്രിസ്തു ജീവിച്ചിരുന്ന കാലഘട്ടം എന്ന് പറയുന്നതും ഏകദേശം ഒരേ കാലഘട്ടമാണ്. ഏകദേശം ഒരേ സ്ഥലത്താണ് അവർ ജീവിച്ചിരുന്നത്. ഏകദേശം രൂപസാദൃശ്യങ്ങൾ കൊണ്ടും അവർക്ക് ഒരു സാദൃശ്യമുണ്ടെന്നാണ് പറയുന്നത്. ക്രിസ്തുവും ജ്ഞാനസ്നാനം കൊടുത്തിരുന്നു, അതിനു മുൻപേ സ്നാപക യോഹന്നാനും സ്നാനം കൊടുത്തിരുന്നു. എന്ന് പറഞ്ഞാൽ ഏത് തരത്തിൽ വേണമെങ്കിലും സ്നാപക യോഹന്നാനെ ഒരു ക്രിസ്തുവായിട്ട് തെറ്റിദ്ധരിക്കാനായിട്ടുള്ള സാഹചര്യം ഉണ്ടായിരുന്നു. അതല്ല, സ്നാപക യോഹന്നാന് ക്രിസ്തുവായിട്ട് ജീവിക്കാനായിട്ടുള്ള സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷെ വളരെ ഭംഗിയായിട്ട് സ്നാപക യോഹന്നാൻ പറയാണ്, ഞാൻ ക്രിസ്തുവല്ല. ഒരാൾ മറ്റൊരാളല്ല എന്ന് പറയാനായിട്ട് അസാമാന്യ ധൈര്യം വേണം. നമ്മൾ പലപ്പോഴും ഒരാൾ മറ്റൊരാളാകാനായിട്ടാണ് ശ്രമിക്കുന്നത്. നമ്മുടെ വേഷം കൊണ്ട്, സംസാര രീതി കൊണ്ട്, പെരുമാറ്റ ശൈലി കൊണ്ട്, ചില ജീവിതചര്യകൾ കൊണ്ട് പലപ്പോഴും നമ്മളൊക്കെ മറ്റൊരാളെ ആകാനായിട്ട് അറിഞ്ഞോ അറിയാതെയോ ശ്രമിക്കുന്നുണ്ട്. അത് ബോധപൂർവം ആയിക്കോണമെന്നില്ല. ചിലപ്പോൾ നമ്മുടെ ഉള്ളിലുള്ളൊരു അബോധ മനസ്സിൻ്റെയോ അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ ഒരു ആരാധനയുടെയൊക്കെയാണ്.
കുട്ടിക്കാലത്തൊക്കെ ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട്, ഈ ക്രിക്കറ്റ് കളിക്കാരൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഈ റെസ്ലിംഗ് ഒക്കെ അന്ന് വളരെ ഇൻട്രസ്റ്റ് ഉള്ള കാലഘട്ടമാണ്. ഈ ഇടിക്കൂട്ടില്ല WWF എന്നൊക്കെ പറയുന്നത്. അപ്പോൾ അന്നത്തെ ഈ ഇടിക്കാരെയൊക്കെ നമ്മളിങ്ങനെ വളരെ ഒരു കൗതുകപൂർവ്വം നോക്കി കാണുകയും അവരുടെ ചില വസ്ത്രങ്ങളും അതല്ലെങ്കിൽ ദേഹത്തൊക്കെ ഈ ടാറ്റു കുത്തുക എന്നൊക്കെ പറഞ്ഞ പരിപാടിയുണ്ട്. വന്ന് ഈ കുട്ടികൾക്കൊക്കെ ചെറിയ ഒരു ഈ ബലൂണൊക്കെ ഒരു ടാറ്റു ഒക്കെ കിട്ടും. ബലൂൺ വാങ്ങിക്കുമ്പോൾ അല്ലെങ്കിൽ ചില ബബ്ലിക്കം വാങ്ങുമ്പോഴൊക്കെ കുഞ്ഞു ടാറ്റുകളൊക്കെ കിട്ടും. അപ്പോൾ ഇതൊക്കെ ഇവരെ പോലെ മേത്തൊക്കെ കുത്തിക്കൊണ്ട് ഒന്ന് മറ്റുള്ളവരുടെ മുമ്പിലൊക്കെ ഒന്ന് കാണിക്കാനായിട്ടുള്ളൊരു ആഗ്രഹം. അത് നോർമലാണ്, എല്ലാ ചെറുപ്പക്കാർക്കും എല്ലാ കുട്ടികൾക്കും ഉള്ളതാണ്. പക്ഷെ ഇവിടെ സംഭവിക്കുന്നൊരു കാര്യം, ഇത് വളർന്നു വരുമ്പോഴും അറിഞ്ഞോ അറിയാതെയോ ഞാൻ മറ്റൊരാളായി തീരുവാനായിട്ട് അമിതമായൊരു ആഗ്രഹം എന്നിലുണ്ടാകും. ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഞാനാവുക എന്നുള്ളതാണ്, നീ ആവുക എന്നുള്ളതാണ്. യു ആർ യുണീക്ക്, ഐ ആം യുണീക്ക്. ഞാനൊരു യുണീക്കാണ്, അതുല്യനാണ്. മറ്റൊരാളെ ആകേണ്ടതോ മറ്റൊരാളെ ഇമിറ്റേറ്റ് ചെയ്യേണ്ടതോ ആയിട്ടുള്ളൊരു ആവശ്യം എനിക്കില്ല. കൊച്ചുത്രേസ്യ പുണ്യാളത്തിയുടെ ജീവിതത്തിൽ ഒരു കഥ പറയുന്നുണ്ട്. അതായത് ഇത്രയേ ഉള്ളൂ. കൊച്ചുത്രേസ്യ പുണ്യാളത്തി മഠത്തിൽ പരിശീലന കാലഘട്ടത്തിൽ പുണ്യാളത്തിയുടെ മിസ്ട്രസ് ആയിട്ടുള്ള ഒരു മദർ സുപ്പീരിയർ വിശുദ്ധയുടെ അടുത്തൊരു കഥ ചോദിക്കുന്നു, ഒരു കാര്യം ചോദിക്കുന്നുണ്ട്. പറയുന്ന കാര്യം ഇപ്രകാരമാണ്: 2 വിശുദ്ധകൾക്ക് ഉണ്ണീശോ പ്രത്യക്ഷപ്പെടുകയാണ്. ഒന്ന് ആവിലായിലെ അമ്മ ത്രേസ്യയ്ക്കാണ്. ആവിലായിലെ അമ്മ ത്രേസ്യനെ ചിലപ്പോൾ നിങ്ങൾക്ക് പരിചയമുണ്ടായിരിക്കും. കർമ്മലീത്ത സഭയുടെ നവീകരണത്തിന് വളരെയധികം പ്രയത്നിച്ച വലിയൊരു വിശുദ്ധിയാണ് അമ്മ ത്രേസ്യ. അപ്പോൾ അമ്മ ത്രേസ്യയ്ക്ക് ഒരിക്കലും ഉണ്ണീശോ പ്രത്യക്ഷപ്പെടുന്നു. അമ്മ ത്രേസ്യ ഉണ്ണീശോയുമായിട്ടൊക്കെ സംസാരിച്ചിരിക്കുന്നു, കളിച്ചിരിക്കുന്നു. അതിനിടയിൽ മഠത്തിൽ ഭക്ഷണം കഴിക്കാനായിട്ടുള്ള മണിയടിക്കുകയാണ്. അപ്പോൾ മഠത്തിൻ്റെ ഒരു നിയമാവലി അനുസരിച്ച് എന്താവശ്യത്തിനാണോ മണിയടിച്ചത് ആ ആവശ്യത്തിന് പോകാനായിട്ട് എല്ലാ സന്യാസിനിമാരും ബാധ്യസ്ഥരാണ്. അപ്പോൾ അമ്മ ത്രേസ്യ ഈ നിയമങ്ങൾ പാലിക്കുന്നതിൽ വളരെ കണിശക്കാരിയാണ്. മണിയടിക്കുന്ന ശബ്ദം കേൾക്കുമ്പോൾ അമ്മ ത്രേസ്യ ഉണ്ണീശോയുടെ അടുത്ത് പറയാണ്: ഉണ്ണീശോ, ഞാനും നീയുമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്, പക്ഷെ ഇപ്പോഴെനിക്ക് ഭക്ഷണം കഴിക്കാൻ പോകാനായിട്ടുള്ള സമയമായി. അതുകൊണ്ട് ആ നിയമം പാലിക്കാനായിട്ട് എനിക്ക് ബാധ്യതയുണ്ട്. അതുകൊണ്ട് നീ ഇവിടെ ഇരിക്കി, ഞാൻ പോയി ഭക്ഷണം കഴിച്ചിട്ട് വരാം. ഇതാണ് അമ്മ ത്രേസ്യ പറയുന്ന കാര്യം. അങ്ങനെ അമ്മ ത്രേസ്യ ഭക്ഷണം കഴിക്കാനായിട്ട് പോകുന്നു, തിരിച്ചു വരുന്നു. വീണ്ടും ഉണ്ണീശോയുമായിട്ടുള്ള ആ ഒരു ചിരി തമാശകളും കളി തമാശകളും തുടരുന്നു. രണ്ടാമത്തത് സിയന്നയിലെ വിശുദ്ധ കത്രീനയുടെ അടുത്താണ്. കത്രീനയ്ക്ക് പുണ്യവതിക്കും ഇതുപോലെ തന്നെ ഉണ്ണീശോ പ്രത്യക്ഷപ്പെടുമ്പോൾ അവർ സംസാരിച്ചിരിക്കുന്നു, കളിച്ചിരിക്കുന്നു. കൂട്ടത്തിൽ മഠത്തിൽ ബെല്ലടിക്കുന്നു ഭക്ഷണം കഴിക്കാനായിട്ട്. അപ്പോൾ പുണ്യവതി പറയാണ്: ഉണ്ണീശോ, എനിക്ക് ഇപ്പോൾ ഭക്ഷണം കഴിക്കാനുള്ള സമയമായി, പക്ഷെ നിന്നോടുള്ള സ്നേഹത്തെ പ്രതി ഞാൻ ഭക്ഷണം ഉപേക്ഷിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് കത്രീന പുണ്യവതിയും ഉണ്ണീശോയും തമ്മിലുള്ള ആ സംസാരം അങ്ങനെ തുടർന്നു എന്നാണ് പറയുന്നത്. എന്നിട്ട് ഈ മദർ സുപ്പീരിയർ ഈ 2 വിശുദ്ധകളുടെയും അമ്മ ത്രേസ്യയുടെയും സിയന്നയിലെ വിശുദ്ധ കത്രീനയുടെയും ഉദാഹരണങ്ങൾ കൊച്ചു ത്രേസ്യയുടെ മുമ്പിൽ വെച്ച് കൊടുക്കുകയാണ്. എന്നിട്ട് ചോദിക്കുകയാണ്: തെരേസ, നിനക്ക് ഉണ്ണീശോ പ്രത്യക്ഷപ്പെടുകയും നീ ഉണ്ണീശോയുമായിട്ട് സംസാരിച്ച് സല്ലപിച്ചിരിക്കുന്നതിനിടയിൽ ഒരു മണി ബെല്ലടിക്കുന്ന നിയമത്തിലെ ഭക്ഷണം കഴിക്കാനായിട്ടുണ്ടെങ്കിൽ ഇതിലേത് വിശുദ്ധയുടെ മാതൃകയാണ് നീ തിരഞ്ഞെടുക്കുക? ഒരല്പസമയം കൊച്ചു ത്രേസ്യ ആലോചിച്ചിരുന്നു. എന്നിട്ട് കൊച്ചു ത്രേസ്യ മറുപടി പറയാണ്: മദറെ, പറയുന്നത് കൊണ്ട് ഒന്നും തോന്നരുത്. ഈ 2 വിശുദ്ധകളുടെയും മാതൃക ഞാൻ തിരഞ്ഞെടുക്കത്തില്ല. മറിച്ച് ഞാൻ ഉണ്ണീശോയുമായി സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ മഠത്തിൽ ബെല്ലടിക്കുകയാണ് ഭക്ഷണം കഴിക്കാനെങ്കിൽ ഞാൻ എന്ത് ചെയ്യും? ഞാൻ എൻ്റെ ഉണ്ണീശോയും കൊണ്ട് കൂട്ടുമുറിയിലേക്ക് പോകുന്നു. ഞങ്ങൾ ഒരുമിച്ച് ഭക്ഷണം കഴിക്കുന്നു. തിരിച്ചു വന്ന് സല്ലാപവും സംഭാഷണവും തുടരുന്നു. എന്നിട്ട് തെരേസ പുണ്യവതി കൊച്ചു ത്രേസ്യ ഈ മദർ സുപ്പീരിയറുടെ അടുത്ത് തിരിച്ചു ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്: മദറെ, വിശുദ്ധയാകാനായിട്ട് മറ്റൊരാളെ അനുകരിക്കേണ്ട വല്ല ആവശ്യമുണ്ട്? വിശുദ്ധയാകാനായിട്ട് മറ്റൊരാളെ അനുകരിക്കേണ്ട വല്ല ആവശ്യമുണ്ട്? നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഉണ്ടാകാവുന്ന ഒരു അപകടം ഇതാണ്. വിശുദ്ധിയുടെ കാര്യത്തിലാകട്ടെ, ആത്മീയതയുടെ കാര്യത്തിലാകട്ടെ, ഭൗതികതയുടെ കാര്യത്തിലാകട്ടെ, മറ്റൊരാളെ അനുഗമിക്കാനായിട്ടും മറ്റൊരാളെ അനുകരിക്കുവാനുമായിട്ടുള്ള ഒരു ടെൻഡൻസി. അതൊരു പരിധി വരെ ഉപകാരപ്രദമാണ്. അത് കഴിഞ്ഞാൽ വലിയ അപകടത്തിലേക്ക് അത് നമ്മളെ കൊണ്ട് ചെന്നെത്തിക്കും. അതുകൊണ്ടാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ ക്രിസ്തുസ് വിപത്ത് എന്ന് പറയുന്ന യുവജനങ്ങൾക്ക് വേണ്ടിയുള്ള അദ്ദേഹത്തിൻ്റെ അപ്പസ്തോലിക പ്രബോധനത്തിൽ ആവർത്തിച്ച് പറയുന്ന കാര്യമുണ്ട്: പ്രിയപ്പെട്ട യുവജനങ്ങളെ, നിങ്ങൾ ഒരിക്കലും മറ്റൊരാളെ അനുകരിക്കേണ്ട ആവശ്യമില്ല. നിങ്ങളായിട്ട് ജീവിക്കുക. യു ആർ നോട്ട് എ ഫോട്ടോ കോപ്പീസ്. നിങ്ങളൊരു ഫോട്ടോ കോപ്പി അല്ല, യു ആർ ഒറിജിനൽ. അതിന് മലയാളം ട്രാൻസ്ലേഷൻ പറയുന്നത് നിങ്ങളൊരു അസലാണ് എന്നാണ് പറയുന്നത്. നിങ്ങളൊരു ഒറിജിനലാണ്, അസലാണ്, നിങ്ങളൊരു ഫോട്ടോ കോപ്പി അല്ല. അപ്പം ആത്മീയതയുടെ കാര്യത്തിലാകട്ടെ, ഭൗതികതയുടെ കാര്യത്തിലാകട്ടെ,
നിങ്ങൾ മറ്റൊരാളെ അനുകരിക്കേണ്ട ആവശ്യമില്ല, നേരെ മറിച്ച് നമ്മളായിട്ട് ജീവിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പക്ഷെ ഇതിന് പലപ്പോഴും നമുക്ക് പറ്റാത്തതിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമുക്ക് നമ്മളെ തന്നെ അംഗീകരിക്കാൻ പറ്റുന്നില്ല. നമ്മുടെ കഴിവുകൾ, നമ്മുടെ കുറവുകൾ, നമ്മുടെ കളറ്, നമ്മുടെ സ്വഭാവം, നമ്മുടെ രൂപഭംഗി, നമ്മുടെ പാരമ്പര്യങ്ങൾ, നമ്മുടെ മാതാപിതാക്കളെ, നമ്മുടെ കുടുംബ പശ്ചാത്തലങ്ങളെ, ഇതിനെ അംഗീകരിക്കാനായിട്ട് നമുക്ക് തന്നെ പറ്റിയിട്ടില്ല. അതുകൊണ്ടാണ് നമ്മൾ പലപ്പോഴും മറ്റു ഒരു ആളെ അനുകരിക്കാനായിട്ടും അദ്ദേഹത്തിനെ പോലെ തന്നെ പെരുമാറുവാനായിട്ടൊക്കെ പരിശ്രമിക്കുന്നത്. അത് ഒരു പരിധി കൂടുതൽ വലിയ അപകടത്തിലേക്ക് നമ്മളെ കൊണ്ടു ചെന്ന് എത്തിക്കും. എനിക്കൊരു കൂട്ടുകാരുണ്ടായിരുന്നു, ഞാൻ വളരെ സന്തോഷപൂർവ്വം അവനെ കാണുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഒരല്പം ഒരു ഇരുണ്ടിട്ടുള്ളൊരു കഥാപാത്രമാണ്. നമുക്കറിയാം, നമ്മുടെയൊക്കെ ഒരു ചുറ്റുപാടിൽ ഒരല്പം ഇരുണ്ടിട്ടുള്ള ആൾക്കാരെ മറ്റുള്ളവർ സ്വാഭാവികമായിട്ടും കളിയാക്കും. പല ഇരട്ട പേരുകൾ വിളിച്ചും അല്ലെങ്കിൽ ഒരു 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 നെഗറ്റീവായിട്ടുള്ള ടേമുകളൊക്കെ ഉപയോഗിച്ചൊക്കെ പലപ്പോഴും അവരെ കളിയാക്കും. പക്ഷെ ഇദ്ദേഹത്തിൻ്റെ ഒരു പ്രത്യേകത ഞാൻ കണ്ടത്, അദ്ദേഹത്തിൻ്റെ ഈ കളറില്ലായ്മ എന്ന് പറയുന്ന കാര്യത്തെ ഭംഗിയായിട്ട് അക്സെപ്റ്റ് ചെയ്യുകയാണ്. അതുകൊണ്ട് തന്നെ മറ്റൊരാൾ അദ്ദേഹത്തെ ആ കളർ കുറവിൻ്റെ പേരിൽ കളിയാക്കുമ്പോൾ അദ്ദേഹം അത് ചിരിച്ചു തള്ളുകയാണ്. മാത്രമല്ല അദ്ദേഹത്തിൻ്റെ ഒരു ക്യാരക്ടർ വെച്ച് വളരെ എക്സ്ട്രോവർട്ടായിട്ട് മറ്റുള്ളവരുടെ അടുത്തൊക്കെ ചെന്ന് പെരുമാറുവാനായിട്ടും സഹായിക്കാനായിട്ടും ഒരല്പം നമ്മളൊക്കെ ഒരു കൂട്ടിൽ നിൽക്കുമ്പോൾ ബുദ്ധിമുട്ടുള്ള എന്തെങ്കിലുമൊക്കെ ജോലികളൊക്കെ വരുമ്പോൾ വളരെ മുന്നിട്ടിറങ്ങി അദ്ദേഹം ചെയ്യാനായിട്ടൊക്കെ തയ്യാറാകുന്നു. ഇനി അതുമാത്രമല്ല, വളരെ രസകരമായിട്ടുള്ള കാര്യം, ഇതേപോലെ കളറ് കുറഞ്ഞ ആൾക്കാരെ അദ്ദേഹം കണ്ടെത്തി അവരുടെ പേരിൽ ഒരു ചെറിയ സംഘടനയൊക്കെ അദ്ദേഹം രൂപപ്പെടുത്തുന്നു. പിന്നീട് ഈ കലാഭവൻ മണി പോലുള്ള ഒരല്പം ഒരു കഥാപാത്രങ്ങളുടെയൊക്കെ പാട്ടുകളൊക്കെ പാടുവാനായിട്ടും എവിടെയൊക്കെ പോകുന്നു അവിടെയൊക്കെ ഒരു എക്സ്ട്രാ സന്തോഷം അദ്ദേഹത്തിന് പകർന്നു കൊടുക്കാനൊക്കെ പറ്റുന്നുണ്ട്. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, അദ്ദേഹം തന്നെ അംഗീകരിച്ചു കഴിഞ്ഞു തൻ്റെ കളറില്ലായ്മ അല്ലെങ്കിൽ തൻ്റെ ഈ ഇരുണ്ട കളർ എന്ന് പറയുന്ന അവസ്ഥ. നമുക്ക് പലപ്പോഴും പറ്റുന്ന കാര്യം നമുക്ക് നമ്മളെ തന്നെ അംഗീകരിക്കാൻ പറ്റുന്നില്ല. അത് വല്ലാത്തൊരു അപകടമാണ്. അതുകൊണ്ടാണ് നമ്മുടെ ഒരു ക്വാളിറ്റി, നമ്മുടെ ഒരു സത്വബോധം പലപ്പോഴും നമ്മൾ അംഗീകരിക്കാത്തത് മൂലമാണ് നമുക്കെപ്പോഴും മറ്റൊരാളെ അനുകരിക്കാനായിട്ട് തോന്നുക. ഹെർമൻ ഹെസയുടെ, അദ്ദേഹം ഒരു ജർമ്മൻ എഴുത്തുകാരനാണ്, സിദ്ധാർത്ഥ എന്ന് പറയുന്നൊരു നോവലുണ്ട്. വളരെ ഒരു ഫിലോസോഫിക്കൽ നോവലാണ്. സിദ്ധാർത്ഥ എന്ന നോവലിൽ പറഞ്ഞ കഥ ഇപ്രകാരമാണ്. അതിലെ കഥ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സിദ്ധാർത്ഥ എന്ന് പറയുന്ന ചെറുപ്പക്കാരനും അദ്ദേഹത്തിൻ്റെ കൂട്ടുകാരനും കൂടി ബുദ്ധനെ അന്വേഷിച്ച് നടക്കുകയാണ്. ബുദ്ധനെ അന്വേഷിച്ച് വർഷങ്ങളോളം നടക്കുന്നുണ്ട് സിദ്ധാർത്ഥൻ. ആ സിദ്ധാർത്ഥനെ ബുദ്ധനിലേക്ക് എത്തിക്കാനായിട്ട് ഒത്തിരി പേര് സഹായിക്കുന്നുണ്ട്, മാർഗങ്ങൾ കാണിച്ചു കൊടുക്കുന്നുണ്ട്, വഴി പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഒടുവിൽ സിദ്ധാർത്ഥനും കൂട്ടുകാരനും കൂടി ബുദ്ധനെ കണ്ടെത്തുകയാണ്. പക്ഷെ ബുദ്ധനെ കണ്ടെത്തിയപ്പോൾ എന്ത് സംഭവിക്കുന്നു? കൂട്ടുകാരൻ ഈ ബുദ്ധനെ അനുഗമിക്കാനായിട്ട് തയ്യാറാകുന്നു. പക്ഷെ സിദ്ധാർത്ഥനാകട്ടെ അതിന് മടിച്ചു നിൽക്കുകയാണ്. അപ്പോൾ കൂട്ടുകാരൻ സിദ്ധാർത്ഥനോട് ചോദിക്കുന്നുണ്ട്, സിദ്ധാർത്ഥ, നീ അല്ലെങ്കിൽ നമ്മൾ ഒരു ആയുസ് മുഴുവൻ അലഞ്ഞത് ബുദ്ധനെ കാണാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ നമ്മൾ ആ ലക്ഷ്യത്തെത്തിയിരിക്കുന്നു, ബുദ്ധനെ കണ്ടെത്തിയിരിക്കുന്നു, പിന്നെ എന്തുകൊണ്ടാണ് നീ അവൻ്റെ ശിക്ഷനാകാനായിട്ട് മടിച്ചു നിൽക്കുന്നത്? സിദ്ധാർത്ഥൻ മറുപടി പറയുന്നൊരു കാര്യമുണ്ട്, ഞാൻ ഇത്രയും നാളത്തെ അലച്ചിലുകളൊക്കെ അലഞ്ഞത് ബുദ്ധനെ കണ്ടെത്താനായിട്ടാണ്. പക്ഷേ ഈ അലച്ചിലുകൾ കൊണ്ട് ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു യഥാർത്ഥ ബുദ്ധൻ എൻ്റെ ഉള്ളിൽ തന്നെയാണ്. ഒരു യഥാർത്ഥ ബുദ്ധൻ എൻ്റെ ഉള്ളിൽ തന്നെയാണ്. ഞാൻ തന്നെയാണ് ബുദ്ധൻ എന്നുള്ള തിരിച്ചറിവിലേക്ക് ഞാൻ ഉണർന്നു കഴിഞ്ഞു. അതുകൊണ്ട് ഞാൻ എനിക്ക് തന്നെ വഴികാട്ടിയായിരിക്കും, ഞാൻ എന്നെ തന്നെ നയിക്കും. അതാണ് സിദ്ധാർത്ഥൻ പറയുന്നത്. ഞാൻ എനിക്ക് തന്നെ വഴികാട്ടിയായിരിക്കും, ഞാൻ എന്നെ തന്നെ നയിക്കും. ഈ ബുദ്ധ മത പാരമ്പര്യത്തിലെ ഒരു പ്രധാനപ്പെട്ട ആശയങ്ങളിൽ ഒന്നിതാണ്, ഇഫ് യു സീ എ ബുദ്ധ ഓൺ ദ റോഡ് സൈഡ്, കിൽ ഹിം ഫസ്റ്റ്. ഇഫ് യു സീ എ ബുദ്ധ ഓൺ ദ റോഡ് സൈഡ്, കിൽ ഹിം ഫസ്റ്റ്. നീ ഒരു ബുദ്ധനെ വഴിയിൽ എവിടെയെങ്കിലും വെച്ച് കാണുകയാണെങ്കിൽ അവനെ കൊന്നു കളഞ്ഞേക്കുക. കാരണം എന്താ? യഥാർത്ഥ ബുദ്ധൻ എന്ന് പറയുന്നത് നിൻ്റെ ഉള്ളിലാണ്. അഥവാ യഥാർത്ഥ ബുദ്ധൻ എന്ന് പറയുന്നത് നീ തന്നെയാണ്. മറ്റൊരു ബുദ്ധനെ അനുഗമിക്കാനായിട്ടുള്ള ടെൻഡൻസി ഉണ്ടാകുമെന്നുള്ളത് കൊണ്ട് വഴിയിലൊരു ബുദ്ധനെ കാണുകയാണെങ്കിൽ അവനെ കൊന്നു കളഞ്ഞേക്കുക. വളരെ പോസിറ്റീവായിട്ട് ചിന്തിക്കാവുന്നൊരു കാര്യമാണ്. നമ്മുടെ ഉള്ളിലൊരു ബുദ്ധനുണ്ടെന്നും ഞാൻ തന്നെയാണ് ഒരു ബുദ്ധനെന്നൊക്കെ തിരിച്ചറിവുണ്ടാവുന്നത് പ്രധാനപ്പെട്ട കാര്യമാണ്. അതുകൊണ്ടായിരിക്കാം ഈശോ ഇങ്ങനെ പഠിപ്പിച്ചത്, നിങ്ങൾ ദൈവരാജ്യം അവിടെ, ദൈവരാജ്യം ഇവിടെ എന്നൊന്നും പറഞ്ഞ് ചിന്തിക്കേണ്ട ആവശ്യമില്ല. ദൈവരാജ്യം നിങ്ങളുടെ ഉള്ളിൽ തന്നെയാണ്, ദൈവരാജ്യം നമ്മുടെ ഉള്ളിൽ തന്നെയാണ്. അപ്പോൾ ആ ഒരു തിരിച്ചറിവിലേക്ക് നമ്മൾ ഉണരുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. എൻ്റെ ഉള്ളിലെ സത്വബോധത്തെ, എൻ്റെ ഉള്ളിലെ ഈശ്വരാംശത്തെ തിരിച്ചറിയുക. പൗലോസ്ലീഹ പറയുന്നുണ്ടല്ലോ, നമ്മൾ എല്ലാവരും ഒരു ദൈവമക്കളാണ് എന്നുള്ള ഒരു അറിവ്, ദൈവത്തിൻ്റെ ആലയങ്ങളാണ് എന്നുള്ള തിരിച്ചറിവ്. അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഈശോയും അത് തന്നെയാണ് പഠിപ്പിക്കുന്നത്. നമ്മിലെ ഈശ്വരാംശത്തെ കണ്ടെത്തുവാനായിട്ടുള്ള ഒരു ത്വര നമുക്കുണ്ടാവുക. അത് കണ്ടെത്തുന്നത് കൂടി നമുക്ക് തിരിച്ചറിയാം,
നമ്മൾ പ്രധാനപ്പെട്ടവരാണ്, നമ്മൾ ഒരു യുണീക്ക് ആണ് എന്നുള്ളത്. പക്ഷെ നമുക്ക് ചിലപ്പോഴൊക്കെ അത് നമ്മുടെ പാരമ്പര്യങ്ങളായിരിക്കാം, നമ്മുടെ പേരൻസ് ആയിരിക്കാം, നമ്മളെപ്പോഴും മറ്റൊരാളുമായിട്ട് കമ്പയർ ചെയ്യാനായിട്ടാണ് പരിശ്രമിക്കുക. പേരൻസ് പറയും, ഈ അവനെ കണ്ടുപിടിക്കുക, അവളെ കണ്ടുപിടിക്കുക, അത് നോക്ക്, ഇത് ചെയ്യ്, അവരെ പോലെ ആകാൻ ശ്രമിക്കുക. ഇങ്ങനെയൊക്കെ നമ്മുടെ പേരൻസ് തന്നെ നമ്മളെ പഠിപ്പിക്കാറുണ്ട്. അതിനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് എപ്പോഴും ഈ മറ്റൊരാൾ നല്ലത്, മറ്റൊരാൾ കഴിവുള്ളത് എന്നുള്ളൊരു മിഥ്യാധാരണയാണ്. നമ്മളെപ്പോഴും കമ്പയർ ചെയ്യേണ്ടത് നമ്മളുമായിട്ട് തന്നെയാണ്. നമ്മളുമായിട്ട് തന്നെയാണ് കമ്പയർ ചെയ്യേണ്ടത്. ദ മങ്ക് ഹൂ സോൾഡ് ഹിസ് ഫെറാറി എന്നൊക്കെ പറയുന്ന ഒരു നോവലിൽ റോബിൻ ശർമ്മ പറയുന്ന ഒരു കൊച്ചു കാര്യമുണ്ട്. അദ്ദേഹം പറയുന്ന കാര്യം ഇതാണ്: ഗുഡ് ഈസ് നോട്ട് ഗുഡ് വെയർ ബെറ്റർ ഈസ് എക്സ്പെക്റ്റഡ്. ഗുഡ് ഈസ് നോട്ട് ഗുഡ് വെയർ ബെറ്റർ ഈസ് എക്സ്പെക്റ്റഡ് എന്ന് പറഞ്ഞാൽ ഒരു നന്മയല്ലാതാകുന്നു എവിടെയാണോ ഒരു ഉപരി നന്മ പ്രതീക്ഷിക്കുന്നത്. കൂടുതൽ നന്മ പ്രതീക്ഷിക്കുന്നിടത്ത് കുറച്ച് നന്മയുണ്ട് എന്ന് പറയുന്നത് ഒരു കുറവ് തന്നെയാണ്. അപ്പം ഞാൻ എന്നിൽ നിന്ന് തന്നെ ഉണ്ടാകേണ്ട കൂടുതൽ നന്മയ്ക്ക് വേണ്ടിയിട്ടാണ് പരിശ്രമിക്കേണ്ടത്. ഞാൻ മറ്റൊരാളായിട്ടല്ല, ഞാൻ എന്നോട് തന്നെ കമ്പയർ ചെയ്യുകയും എന്നിൽ നിന്നും കൂടുതൽ നന്മ ഉൽപ്പാദിപ്പിക്കാനായിട്ട് പരിശ്രമിക്കുകയാണ് ചെയ്യുന്നത്. പക്ഷേ നിർഭാഗ്യവശാൽ നമ്മുടെയൊക്കെ ഒരു എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൻ്റെയൊക്കെ, അല്ലെങ്കിൽ നമ്മുടെയൊക്കെ ഒരു കമ്പയറിംഗ് സിസ്റ്റത്തിൻ്റെയൊക്കെ, അല്ലെങ്കിൽ നമ്മുടെ ഒരു വാല്യൂ സിസ്റ്റത്തിൻ്റെയൊക്കെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ പല വ്യക്തികളെ ഒരേ ഗ്രേഡ് സിസ്റ്റത്തിലൂടെ അല്ലെങ്കിൽ ഒരേ വാല്യുവേഷൻ സിസ്റ്റത്തിലൂടെ കടത്തിവിടുന്നു എന്നുള്ളതാണ്. മാർക്ക് കുറഞ്ഞവരുണ്ടാകാം, മാർക്ക് കൂടിയവരുണ്ടായിരിക്കാം, പക്ഷേ അതിൽ തന്നെ അതേ കഴിവുള്ള വേറെ കഴിവുകളും അവർക്കുണ്ടായിരിക്കാം. പാട്ട് പാടാനുള്ള കഴിവ്, കളിക്കാനായിട്ടുള്ള കഴിവ്, അതല്ലെങ്കിൽ ഒരു യാത്ര ചെയ്ത് എന്തെങ്കിലുമൊക്കെ ഒരു അച്ചീവ് ചെയ്യാനുള്ള കഴിവ്, അല്ലെങ്കിൽ ഒരു മെക്കാനിക്കൽ ടെക്നിക്കൽ കഴിവ്. പക്ഷെ ഇവരെ എല്ലാവരെയും ഒരേ പരീക്ഷാ വാല്യുവേഷൻ സിസ്റ്റത്തിലൂടെ കടന്നു പോകുമ്പോൾ എല്ലാവർക്കും ഡിഫറെൻറ്റ് കാറ്റഗറി ആയിട്ട് തരംതിരിക്കപ്പെടുകയാണ്. അതുമൂലം എന്ത് സംഭവിക്കുന്നു? ഒരാൾക്കൊരു ഇൻഫീരിയറിറ്റി കോംപ്ലക്സും മറ്റൊരാൾക്കൊരു സുപ്പീരിയറിറ്റി കോംപ്ലക്സും ഉണ്ടാകുമെന്നു. ഞാൻ ഒരു യുണീക്കാണെന്നുള്ള ഒരു കഴിവിൽ നിന്നും നേരെ മറിച്ച് ഞാൻ ഒന്നിനും കൊള്ളാത്തവനാണ്, എനിക്ക് ഒരു കഴിവില്ല എന്നുള്ള തെറ്റിദ്ധാരണയിലേക്ക് നമ്മൾ വീഴുന്നു, അഥവാ സമൂഹം നമ്മളെ വീഴ്ത്തപ്പെടുന്നു. വർഷങ്ങൾക്ക് മുമ്പ് ഒരു കാർട്ടൂൺ കണ്ടതോർക്കാണ്. എങ്ങനെയാണ്? ഒരു മരംകയറ്റമാണ്, ഒരു മൃഗശാലയിലെ ഒരു സൂയിലെ ഒരു മത്സരം. ആ മരംകയറ്റത്തിൽ പങ്കെടുക്കാനായിട്ട് എത്തിയിരിക്കുന്നത് ആനയുണ്ട്, സിംഹമുണ്ട്, ആമയുണ്ട്, മുയലുണ്ട്, കുരങ്ങനുണ്ട്. സ്വാഭാവികമായിട്ടും മരം എളുപ്പത്തിൽ കയറി കഴിയുക കുരങ്ങനാണ്. അങ്ങനെ കുരങ്ങനെ വിജയിയായിട്ട് പ്രഖ്യാപിച്ചു എന്നുള്ളതാണ്. ഇതൊരു നമ്മുടെ സിസ്റ്റത്തിൻ്റെ തന്നെ ഒരു ഭാഗമാണ്, അല്ലെങ്കിൽ ഒരു അപജയമാണ്. ഒരേ രീതിയിലൂടെ എല്ലാവരെയും വാല്യുവേറ്റ് ചെയ്യുന്നു എന്നുള്ളൊരു അപകടം. സത്യത്തിൽ നേരത്തെ പറഞ്ഞതുപോലെ ഞാനാണ് എന്നെ വാല്യുവേറ്റ് ചെയ്യേണ്ടത്, മറ്റേത് സിസ്റ്റം അല്ലെങ്കിൽ മറ്റേത് വ്യക്തി അല്ല. നേരെ മറിച്ച് എനിക്ക് എന്നോട് തന്നെ ഉണ്ടാകേണ്ട ഒരു സെൽഫ് റെസ്പെക്റ്റും ഞാനൊരു യുണീക്കാണ് എന്നുള്ള തിരിച്ചറിവും. അത് ഈ സിദ്ധാർത്ഥയുടെ കഥ പറഞ്ഞതുപോലെ തന്നെയാണ്. അതായത് എൻ്റെ ഉള്ളിലെ ഒരു ഈശ്വരാംശം തിരിച്ചറിയുന്നു. അപ്പോൾ ഉണ്ടാകുന്ന ഒരു രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് തത്വമസി, അത് നീ തന്നെയാണ്. നിന്നിലും ഒരു ഈശ്വരനുണ്ട്, എന്നിലും ഒരു ഈശ്വരനുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ പരസ്പരം യുണീക്കാണ്, പരസ്പരം റെസ്പെക്റ്റ് ചെയ്യണം. ഈ ഒരു അവബോധത്തിലേക്ക് നമ്മൾ ഉണരുക വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. കേട്ടൊരു കൊച്ചു കഥയുണ്ടല്ലോ, അതായത് ഒരു ചെറിയ മീനും ഒരു വലിയ മീനും രണ്ടും കടലിലാണ്. ഈ കുഞ്ഞു മീൻ അമ്മയുടെ അടുത്ത് ചോദിക്കുകയാണ്, അമ്മേ, എല്ലാവരും പറയുന്നുണ്ട് കടൽ വളരെ മനോഹരമാണ്, കടൽ വളരെ ഭംഗിയുള്ളതാണ്, ആഴമുള്ളതാണ്, എവിടെയാണ് ഈ കടൽ? അപ്പോൾ ഈ അമ്മ മീൻ കുഞ്ഞു മീനിൻ്റെ അടുത്ത് പറഞ്ഞു കൊടുക്കാൻ ശ്രമിക്കുകയാണ്, മോളെ, നമ്മൾ ജീവിക്കുന്ന ഈ വെള്ളം, ഈ കടൽ, ഇതാണ് കടൽ, ഇതാണ് ഈ ആഴമുള്ളതെന്നും ഈ പരപ്പുള്ളതെന്നൊക്കെ മറ്റുള്ളവർ പറയുന്നു. അപ്പോൾ കുഞ്ഞുമീൻ പറയുന്ന കാര്യം ഇതാണ്, അമ്മേ, കടൽ ഇതല്ല, ഇത് വെറും ഉപ്പ് വെള്ളമല്ലേ, കടൽ മറ്റെവിടെയോ ആണ് എന്ന് പറഞ്ഞുകൊണ്ട് ഈ കുഞ്ഞുമീൻ കടലന്വേഷിച്ച് യാത്ര പോയി എന്നാണ് പറയുന്നത്. നമുക്ക് പലപ്പോഴും സംഭവിക്കുന്നത് നമ്മുടെ ഉള്ളിലുള്ള നന്മയെ, സത്വബോധത്തെ, ഈശ്വരാംശത്തെ, കഴിവിനെ തിരിച്ചറിയാതെ മറ്റുള്ളതിലേക്ക് അലഞ്ഞുകൊണ്ടിരിക്കുകയാണ്, അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്, മറ്റുള്ളവരിലേക്ക് നമ്മുടെ കണ്ണുകൾ എത്തപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. നമുക്കെല്ലാവർക്കും അയാൾ ഞാനാകുവാനായിട്ട് അല്ലെങ്കിൽ ഞാൻ മറ്റൊരാളാകുവാനായിട്ടുള്ള ടെൻഡൻസി ഉണ്ട്. അത് നോർമലാണ്. അതിനുള്ള ഒരു കാരണം എന്ന് പറയുന്നത് ഞാൻ എന്നെ തന്നെ തിരിച്ചറിയുന്നില്ല, എൻ്റെ കഴിവുകളെ, എൻ്റെ ഒറിജിനാലിറ്റിയെ തിരിച്ചറിയുന്നില്ല എന്നുള്ളതാണ്. എൻ്റെ ഈശ്വരാംശത്തെ തിരിച്ചറിയുക എന്നുള്ളതാണ് എനിക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിനെ കണ്ടെത്തുക, അതിനെ ഒന്ന് ജ്വലിപ്പിക്കുക എന്നുള്ളതാണ് എനിക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഞാൻ എൻ്റെ ഈശ്വരാംശത്തെ തിരിച്ചറിയുന്നതോടുകൂടി മറ്റൊന്നും കൂടി സംഭവിക്കുന്നു, അപരനിലുള്ള ഈശ്വരാംശത്തെ ഞാൻ തിരിച്ചറിയുന്നു. അതോടെ ഞാൻ അവനെയും റെസ്പെക്റ്റ് ചെയ്യാനായിട്ട് പഠിക്കുന്നു. അപ്പോൾ അതുകൊണ്ട് കുറേയും കൂടിയൊക്കെ ഈ കമ്പാരിസൺ ചെയ്യുക എന്നുള്ള കാര്യം തന്നെ ഒഴിവാക്കി കിട്ടുന്നു. കാരണം എല്ലാവരും ഡിഫറൻ്റ് ആണെന്നും എല്ലാവർക്കും ഡിഫറെൻറ്റ് ക്വാളിറ്റി ഉണ്ടെന്നും എല്ലാവരും അതിൽ തന്നെ യുണീക്കാണെന്നൊക്കെ തിരിച്ചറിയുന്നു. കൂട്ടത്തിൽ ഞാൻ എന്നോട് തന്നെ കമ്പയർ ചെയ്യുകയും ഞാൻ
എന്നിൽ നിന്നും കുറേയും കൂടിയും ബെറ്ററായിട്ടുള്ള ഞാനിലേക്ക് വളരുകയും ചെയ്യുന്നു. ഈശോ പറയുന്നത് പോലെ തന്നെ ദൈവരാജ്യം നിങ്ങളുടെ ഉള്ളിലാണ്, നമ്മുടെ ഉള്ളിലാണെന്നൊരു തിരിച്ചറിവ് ഉണ്ടാവുകയും ആ ഒരു ദൈവരാജ്യ സങ്കല്പത്തിലേക്ക്, ഒരു ഈശ്വര സത്വബോധത്തിലേക്ക് നമ്മൾ ഉണരേണ്ടിയിരിക്കുന്നു, വളരേണ്ടിയിരിക്കുന്നു. അതിന് നിങ്ങൾക്ക് സാധിക്കട്ടെ. നന്ദി.